ഈ നിമിഷങ്ങളിൽ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന അവസ്ഥയിൽ അങ്ങയുടെ പാദങ്ങൾ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഏറ്റെടുക്കണമേ. ഞങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് അവിടുന്ന് അറിയുന്നുവല്ലോ. ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ഓരോരുത്തരെയും അവിടുന്ന് ഏറ്റെടുക്കണമേ. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. ഇന്ന് കർത്താവ് വചനം തന്നു. ഏതായിരുന്നു അതിന്റെ ഭാഗം? യോഹന്നാൻ 13. അവിടെ എന്താണ് നമ്മൾ കണ്ടത്? യജമാനായ ശിഷ്യന് ചെയ്തതുപോലെ നമ്മളും ചെയ്യും. ഇതിനു വേണ്ടിയിട്ടാണ് കർത്താവ് ഈ മാതൃക എല്ലാവർക്കും വേണ്ടി കാണിച്ചത്. അവിടുന്ന് വീണ്ടും പറയുകയാണ്, ഒരു പുതിയ കൽപ്പന നിങ്ങൾക്ക് ഞാൻ തരുന്നു. ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. എന്താണ് കൽപ്പന? നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. വീണ്ടും പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കും. വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. ഹല്ലേലൂയ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? കർത്താവിന്റെ ശിഷ്യരാണോ നിങ്ങള്? ആണോ? നമ്മുടെ കർത്താവിന്റെ ശിഷ്യരാണോ? ക്രിസ്ത്യാനിയാണ്. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണ്. ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരാണ്. അപ്പോൾ ക്രിസ്തുവിന് ശിഷ്യരാണെങ്കിൽ നമ്മൾ എന്ത് വേണം? പരസ്പരം സ്നേഹിക്കണം. സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടോ? സ്നേഹിക്കുന്നുണ്ടോ? നമ്മളിൽ ആർക്കെങ്കിലും വെറുപ്പോ വിദ്വേഷമുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ എല്ലാരും പറയുന്നത് ഞാൻ സ്നേഹിക്കുന്നുണ്ട്. എങ്ങനെ അറിയാൻ പറ്റും? ഒരു ഉദാഹരണം പറഞ്ഞാല്, ഞാനൊരു അര ഗ്ലാസ് വെള്ളം എടുത്തിങ്ങനെ കാണിക്കും. എന്നിട്ട് ഞാൻ പറയാണ്, ഇതിനകത്ത് എന്തുകൊണ്ട്? അര ഗ്ലാസ് വെള്ളമുണ്ട്. അപ്പൊ ഒരാൾ പറയാണ്,
അങ്ങനെയല്ല. ഇതിനകത്ത് അര ഗ്ലാസ് വെള്ളം ഇല്ല. രണ്ട് ശരിയാണോ? ആ പാടെ പകുതി വെള്ളമേ ഉള്ളൂ. ഞാൻ പറയുന്നു ഇതിനകത്ത് അര ഗ്ലാസ് വെള്ളമുണ്ട്. അപ്പൊ ഒരാൾ പറയുകയാണ് എന്തുണ്ട്? അതിനകത്ത് പകുതി വെള്ളം ഇല്ല. ഏതാ ശരി? രണ്ടും ശരി. രണ്ടും ശരി. ഞാൻ പറയുന്നു ഞാൻ ആരെയും വെറുക്കുന്നില്ല. അതിന്റെ അർത്ഥം എന്താ? ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നതാണോ? ആണോ? ഞാൻ ആരെയും വെറുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു എന്ന് അർത്ഥമാകുന്നുണ്ടോ? ഇല്ല. ആദ്യം പകുതി വെള്ളമില്ലെന്ന് പറഞ്ഞാൽ പകുതി വെള്ളം ഉണ്ടെന്നാ. പക്ഷെ അതുപോലെ ഞാൻ ആരെയും വെറുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു എന്ന് അർത്ഥമാകുന്നു. Praise the Lord. Hallelujah. 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 നമ്മൾ എങ്ങനെയാ സ്നേഹിക്കുന്നത്? നമ്മൾ പറയും എനിക്ക് ആരോടും ഒരു വെറുപ്പ്, എനിക്ക് ആരോടും ഒരു വെറുപ്പ്. പക്ഷെ അതുകൊണ്ട് കർത്താവ് പറഞ്ഞ സ്നേഹമാകുമോ? ഞാൻ സ്നേഹിക്കുന്നെന്നാകുമോ? അപ്പൊ നമുക്ക് ചോദിക്കുന്നതെല്ലാം കിട്ടുമോ? കർത്താവ് പറയുന്നു ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കൂ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കൂ. ഞാൻ എങ്ങനെയാ നിങ്ങളെ സ്നേഹിച്ചത്? ഞാൻ എങ്ങനെയാ നിങ്ങളെ സ്നേഹിച്ചത്? അതെങ്ങനെയാ നമ്മളെ സ്നേഹിച്ചത്? നമ്മോടുള്ള സ്നേഹത്തെ പ്രതി സ്വർഗം വിട്ട് താഴെ ഇറങ്ങി വന്നു, എളിയവരിൽ എളിയവനായി തീർന്നു. ഒരു ഉടുമ്പന് പോലും അരിക്കാൻ പറ്റിയ രീതിയിൽ ഒരു ഗോതമ്പപ്പത്തിന്റെ രൂപത്തിലേക്ക് അവൻ ചെറുതായി വന്നു. എന്തിന്? നമ്മളുടെ കൂടെ ആയിരിക്കുവാൻ, നമ്മുടെ ഉള്ളിലായിരിക്കുവാൻ, നമ്മുടെ കൂടെ ആയിരിക്കുവാൻ, നമ്മളിൽ ഒരുവനായിരിക്കുവാൻ അവൻ ചെറുതായി. ഇങ്ങനെയാണ് അവൻ നമ്മെ സ്നേഹിച്ചത്. Praise the Lord. Hallelujah. Hallelujah. അവൻ പറയുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കും. അപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി അവൻ അങ്ങനെ തന്നെ ശൂന്യനാക്കി, ചെറുതാക്കിക്കൊണ്ട്. ഇത് നമുക്ക് സാധിക്കുന്നുണ്ടോ? അപ്പൊ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ കർത്താവ് കൽപ്പിച്ചു. ഈ കൽപ്പനയിലൂടെ മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ. കർത്താവ് നമുക്ക് രക്ഷ നേടിത്തരുവാനാണ് കടന്നു വന്നത്, സ്വർഗം വിട്ട് ഇറങ്ങി വന്നത് നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. അന്യപുസ്തകർ ചോദിക്കാറുണ്ട്, നിങ്ങള് രക്ഷിക്കപ്പെട്ടോ? ഞാൻ ചോദിക്കുക, നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ? രക്ഷപ്പെട്ടോ? രക്ഷിക്കപ്പെട്ടവരാണോ? ആണോ? ആ രക്ഷയിൽ നിലനിൽക്കുന്നുണ്ടോ? കർത്താവ് നമുക്ക് രക്ഷ നേടിത്തന്നു. തന്റെ കുരിശ് മരണം വഴി തന്റെ അവസാനത്തുള്ള രക്തം വരെ വെള്ളിയായി കൊടുത്ത് നമ്മളെ ഓരോരുത്തരെയും നമുക്ക് രക്ഷ നേടിത്തന്നു. പക്ഷേ ആ രക്ഷ ഇന്ന് എന്റെ ജീവിതത്തിലുണ്ടോ? ഞാൻ ആ രക്ഷയിൽ നിലനിൽക്കുന്നുണ്ടോ? എനിക്ക് നിലനിൽക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. എന്താ കാരണം? ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്നില്ല. ഞാൻ സ്നേഹിക്കുന്നില്ല. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. അവിടുന്ന് ആവശ്യപ്പെടുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. സ്നേഹിക്കാൻ തയ്യാറുണ്ടോ? നമ്മൾ ആരെ സ്നേഹിക്കുന്നു? മറ്റുള്ളവരെ സ്നേഹിക്കുന്നുണ്ടോ? പിന്നെങ്ങനെ രക്ഷ കിട്ടും? ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, എനിക്കുള്ളതെല്ലാം നഷ്ടപ്പെടുത്തി, എന്റെ ജീവൻ പോലും നഷ്ടപ്പെടുത്തി ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ ആവശ്യം.
ഇത് സാധിക്കുന്നില്ല എങ്കിൽ കർത്താവിന്റെ കൂട്ടത്തിലെ കൂട്ടായ്മയിൽ നമുക്ക് ചേരാൻ സാധിക്കുമോ? അവരോടുകൂടി പങ്കുചേരാൻ സാധിക്കുമോ? സാധിക്കില്ല. ഇവിടെയാണ് നമുക്ക് പറ്റിയത്. ഇന്ന് രക്ഷിക്കപ്പെടാത്തതിന്റെ കാരണമാണ്. ആ ലക്ഷ്യം നിലനിൽക്കാൻ സാധിക്കാത്തതിന്റെ കാരണമതാ, എനിക്ക് സ്നേഹിക്കാൻ സാധിക്കില്ല. എനിക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ ആരെയും സ്നേഹിക്കുന്നില്ല. ഞാൻ സ്നേഹിക്കുന്നത് എന്നെ മാത്രം, എന്റെ സ്വാർത്ഥതയെ മാത്രം, എന്റെ ജഡത്തെ മാത്രം, എന്റെ ജടീയ അഭിലാഷങ്ങളെ മാത്രം ഞാൻ ഇവിടെ സ്നേഹിക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി ഒരു സ്നേഹം കൊടുക്കുവാൻ എനിക്ക് സാധിക്കില്ല. Praise the Lord. Hallelujah. 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 മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ഉരുകുമ്പോൾ, ഞാൻ ചെറുതാകുമ്പോൾ, ഞാൻ ഇല്ലാതാകുമ്പോൾ, എന്നെ തന്നെ കുറവിലേക്ക് കൊണ്ടുവരുമ്പോൾ, ചെറുതാക്കി കൊണ്ടുവരുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുമ്പോഴാണ് ഞാൻ ദൈവത്തിന്റെ സ്നേഹത്തിൽ ആയിത്തീരുന്നത്. Praise the Lord. Hallelujah. 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 ഇപ്പൊ നമ്മുടെ ചിന്താഗതി എന്താ? എല്ലാം എനിക്ക് വേണം, എല്ലാരും എന്നെ സ്നേഹിക്കണം, എന്നെ സ്നേഹിക്കണം. എല്ലാം എനിക്ക് വേണം, എല്ലാരും എന്നെ സ്നേഹിക്കണം. എന്റെ മാതാപിതാക്കൾ എന്നെ സ്നേഹിക്കണം, കുഞ്ഞുങ്ങൾ എന്നെ സ്നേഹിക്കണം, സഹോദരങ്ങൾ എന്നെ സ്നേഹിക്കണം, ജീവിത പങ്കാളി എന്നെ സ്നേഹിക്കണം, എല്ലാരും എന്നെ സ്നേഹിക്കണം. ഞാൻ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കാൻ തയ്യാറുണ്ടോ? അവർക്ക് കൊടുക്കേണ്ട സ്നേഹം ഞാൻ പിടിച്ചു വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോ മറ്റുള്ളവർക്ക് കിട്ടേണ്ട സ്നേഹം ഞാൻ കൊടുക്കുന്നില്ല. എനിക്ക് സ്നേഹം വേണം. എനിക്കെല്ലാവരും സ്നേഹം വേണം. എല്ലാവരും ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എന്നെ സ്നേഹിക്കണം. പക്ഷേ ഞാൻ മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കുന്നുണ്ടോ? ഇവിടെയാണ് നമുക്ക് പറ്റിയ പരാജയം. നമ്മുടെ ജീവിതത്തിന്റെ കുറവുകൾ ഇവിടെയാണ്. കർത്താവ് കൽപ്പന തന്നു, ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ കൽപ്പന തരുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കും. നമുക്ക് സ്നേഹിക്കാൻ സാധിക്കും. മാതാപിതാക്കളെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ആരാണ് മാതാപിതാക്കള്? ആരാണ് മാതാപിതാക്കള്? നമ്മെ ഓരോരുത്തരെയും ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് മാതാവും പിതാവും. Praise the Lord. Hallelujah. 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 എന്ന് പറഞ്ഞേ, എന്നെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്റെ മാതാവും പിതാവും. അവരെ സ്നേഹിക്കണോ? ഞാൻ തെരഞ്ഞെടുത്തതല്ല. എനിക്ക് വേണ്ടി, എന്നെ ഇവിടെ കൊണ്ടുവരുവാൻ വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്നെ മാതാവും പിതാവും. അപ്പൊ അതുകൊണ്ട് എനിക്കവരെ മാറ്റിയെടുക്കാൻ പറ്റുമോ? വേറൊരു തെരഞ്ഞെടുപ്പുണ്ടോ? ഇല്ല. അവരെങ്ങനെയുള്ളവരാണെങ്കിലും ആര് തെരഞ്ഞെടുത്തതാണ്? ദൈവം എനിക്ക് വേണ്ടി എന്നെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി തെരഞ്ഞെടുത്തതാണ് എന്റെ മാതാവ്. ഞാൻ അവരെ സ്നേഹിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവരെ ദ്വേഷിക്കുവാനോ, അവരോട് കുറ്റം പറയുവാനോ, അവരെ ശാസിക്കുവാനോ, അവരെ വെറുക്കുവാനോ നമുക്ക് അവകാശം ഇല്ല. അവരെങ്ങനെയുള്ളവരാണെങ്കിലും, അവർ കുറവുള്ളവരായിരിക്കാം, രോഗികളായിരിക്കാം, ദുശീലമുള്ളവരായിരിക്കാം, നടപടി ദോഷങ്ങളുള്ളവരായിരിക്കാം, വീട് നോക്കാത്തവരായിരിക്കാം, മദ്യപാനികളായിരിക്കാം, വിവരമില്ലാത്തവരായിരിക്കാം, വിദ്യാഭ്യാസമില്ലാത്തവരായിരിക്കാം, സൗന്ദര്യമില്ലാത്തവരായിരിക്കാം, കുറവുള്ളവരായിരിക്കാം. എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും, എങ്ങനെയുള്ളവരാണെങ്കിലും അവരെ സ്നേഹിക്കുവാനും അവരെ ശുശ്രൂഷിക്കുവാനും അവരെ കർത്താവിന് വേണ്ടിയിട്ട് പരിചരിക്കുവാനും ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവരുടെ യോഗ്യത നോക്കിയിട്ടല്ല അവരെ സ്നേഹിക്കുന്നത്. പിന്നെയോ
എനിക്ക് ദൈവം തെരഞ്ഞെടുത്ത് തന്നതാണ് എന്റെ മാതാവും പിതാവും എന്നത് കൊണ്ട് അവരെങ്ങനെയുള്ളവരാണെങ്കിലും എന്തെല്ലാം കുറവുള്ളവരാണെങ്കിലും അവരെ സ്നേഹിക്കുവാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. Praise the Lord. Hallelujah. 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 യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, നാം അത് ചെയ്യുന്നില്ല എങ്കിൽ ദൈവത്തിന് മുമ്പിൽ നാം തെറ്റുകാരാണ്. അവന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരും. അപ്പോൾ നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കുവാൻ ആദ്യം കഴിയണം. ദൈവം കഴിഞ്ഞാൽ പിന്നെ അവർക്കാണ് ഒന്നാം സ്ഥാനം. കാരണം ദൈവം കഴിഞ്ഞാൽ അമ്മയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ദൈവത്തോട് ചേർന്ന് പ്രവർത്തിച്ചവരാണ് മാതാവും പിതാവും. അതുകൊണ്ടാണ് പറയുന്നത് മാതാവും പിതാവും ഭൂമിയിലെ കാണപ്പെടുന്ന ദൈവങ്ങളാണ്. ദൈവം കഴിഞ്ഞാൽ പിന്നെയുള്ള സ്ഥാനം അവർക്ക്. അവരെങ്ങനെയുള്ളവരാണെങ്കിലും അവരെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയണം, അവർക്ക് വേണ്ടി സഹിക്കുവാൻ നമുക്ക് കഴിയണം. ഒരുപക്ഷെ അവർ നമ്മെ ദ്രോഹിക്കുന്നവരായിരിക്കാം, നമ്മൾ ആഗ്രഹിച്ച് തരാത്തവരായിരിക്കാം, നമ്മെ തിരിഞ്ഞു നോക്കാത്തവരായിരിക്കാം, നമ്മെ സഹായിക്കാത്തവരായിരിക്കാം, നമുക്കെതിരെ പ്രവർത്തിച്ചവരായിരിക്കാം. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ദൈവമാണ് ഇവരെ എനിക്ക് മാതാവും പിതാവുമായി തിരഞ്ഞെടുത്തു തന്നു. Praise the Lord. Hallelujah. Hallelujah. അവരെ കുറിച്ച് എന്തെങ്കിലും വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ചെയ്യാവുന്നതൊന്നേ ഉള്ളൂ. ആരാണ് നമുക്ക് അവരെ തന്നത്? ദൈവമാണ് തിരഞ്ഞെടുക്കുന്നത്. ദൈവത്തിന് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ആ ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുമുട്ടുക. നമുക്ക് ചെയ്യാവുന്ന ഒറ്റ ഒരു കാര്യം അത് മാത്രമേ ഉള്ളൂ. നമുക്ക് തെരഞ്ഞെടുത്ത് തന്നവന്റെ മുമ്പിൽ മുട്ടുമുട്ടുക, കരങ്ങളിൽ വിരിക്കുക, കണ്ണുനീരൊഴുക്കി പറയുക, പിതാവേ, അങ്ങെനിക്ക് തെരഞ്ഞെടുത്ത് തന്ന എന്റെ മാതാവിനെയും പിതാവിനെയും അവരുടെ എല്ലാ കുറവുകളോടും കൂടി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. Praise the Lord. Hallelujah. Hallelujah. അങ്ങനെ എനിക്ക് തന്നതായതുകൊണ്ട് എനിക്ക് മറ്റൊരു ഓൾട്ടർനേറ്റീവ് ഇല്ല. ഞാൻ സന്തോഷത്തോടു കൂടി അവരുടെ എല്ലാ കുറവുകളോടും കൂടി സ്വീകരിക്കും. എന്നിട്ട് പറയണം? കർത്താവേ, അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ലല്ലോ. അങ്ങൊന്ന് തൊട്ടാൽ, അങ്ങൊന്ന് സ്പർശിച്ചാൽ എന്റെ മാതാപിതാക്കളുടെ കുറവുകൾ നികത്തപ്പെടും. Praise the Lord. Hallelujah. Hallelujah. അവരെ മാറ്റിമറിക്കുവാൻ, അവരുടെ കുറവുകൾ നികത്തുവാൻ, അവരുടെ ദുശീലങ്ങൾ മാറ്റുവാൻ അങ്ങേക്ക് ഒരു പ്രയാസവുമില്ല. അങ്ങൊന്ന് തൊട്ടാകും. അതെ, മതിയോ? മദ്യപാനിയാണെന്ന് വിചാരിക്കുക, കർത്താവ് ആ തോന്നലങ്ങെടുത്ത് മാറ്റിയ പോരെ? പോരെ? മദ്യപിക്കണമെന്നുള്ള തോന്നലുണ്ടായില്ലെങ്കിൽ മദ്യപിക്കുമോ? രോഗിയാണെങ്കിൽ ആ രോഗകർത്താവ് ഒന്ന് സ്പർശിച്ച പോരെ? എന്ത് കുറവുണ്ടെങ്കിലും കർത്താവിന് അസാധ്യമല്ല അത് നിരത്തി തരുക. അതുകൊണ്ട് മക്കളുടെ കടമയാണ് കർത്താവിന്റെ മുമ്പിൽ മുട്ടുകുത്തി കരഞ്ഞ് ആ മാതാപിതാക്കളുടെ കുറവുകളെ നികത്തി എടുക്കുക. ഹല്ലേലൂയ. 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 ആ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് കരയുക, അവർക്ക് വേണ്ടി മുട്ടുമേൽ നിർത്തുക, കരങ്ങൾ വിരിക്കുക, കണ്ണുനീരൊഴുക്കി കർത്താവിനോട് പറയുക, കർത്താവേ, നീ എനിക്ക് തന്നെ എന്റെ അപ്പനും അമ്മയും അവരുടെ കുറവുകളെയൊക്കെയും കർത്താവെ നീ കാണുന്നുണ്ട്. അവർക്ക് ഇന്ത്യയിലെ കുറവുകളുണ്ട്. നീ ഒരു നിമിഷം ഒന്ന് തൊട്ടാൽ അവരുടെ കുറവുകൾ നിവർത്തപ്പെടും. കർത്താവേ, കരുണ കാണിക്കണമേ, കരുണയായിരിക്കണമേ. ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുക. കർത്താവിന് മുമ്പിൽ ഒരു നിമിഷം ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുക. ആ മാതാപിതാക്കൾക്ക് വേണ്ടി അവിടെ മാറ്റങ്ങൾ സംഭവിക്കുന്നത് നമുക്ക് കാണുക.
കർത്താവ് ഇറങ്ങി വരും, കർത്താവ് സ്പർശിക്കും, അവരുടെ കുറവുകൾ നികത്തും. സ്നേഹമില്ലാത്ത മാതാപിതാക്കളായിരിക്കാം, കർത്താവ് തന്റെ സ്നേഹം കൊണ്ട് അവരെ എന്തുകൊണ്ടാണ് അവർക്ക് സ്നേഹിക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് കഴിയാത്തത്? അവരുടെ മനസ്സ് മുറിപ്പെട്ടു. നമുക്ക് എപ്പോഴും സന്തോഷമാണ് ഉള്ളതെങ്കിൽ നമ്മുടെ മുഖത്ത് നിന്ന് നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരും സന്തോഷം, അല്ലേ? നമുക്കെപ്പോഴും വേദനയാണുള്ളതെങ്കിലോ എന്താ പുറത്തോട്ട് വരിക? വേദനയായിരിക്കും, അല്ലെങ്കിൽ ദേഷ്യമായിരിക്കും, അല്ലെങ്കിൽ സന്തോഷമില്ലാത്ത അവസ്ഥയായിരിക്കും പുറത്തേക്ക് വരിക. വേദനിക്കുന്ന അവസ്ഥയിൽ നിന്ന് സന്തോഷം വരുമോ? വരില്ല. അപ്പോൾ മറ്റൊരു വ്യക്തി നമ്മളെ വേദനിപ്പിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ആ വ്യക്തിയിൽ വേദന നിലനിൽക്കും. ആ വ്യക്തി മുറിവേറ്റതാണ്. ആ വ്യക്തിയുടെ ഹൃദയത്തിന് മുറിവേറ്റിരിക്കുന്നു. ആ വ്യക്തിയുടെ ഹൃദയത്തിൽ അപ്പടി മുറിവുകളാണ്. ആ മുറിവിൽ നിന്ന് വരുന്നത് വേദനിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും. ആ വ്യക്തി എപ്പോഴും വേദനിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ആ വ്യക്തിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എപ്പോഴും നമ്മെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ തിരിച്ച് ദേഷ്യപ്പെട്ടിട്ട് കണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? ആ വ്യക്തിയുടെ മുറിവുകൾ ഉണക്കുവാൻ വേണ്ടി കർത്താവിനോട് ആ വ്യക്തികളെ വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ, കഴിഞ്ഞ കാലങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ കർത്താവിന് മാത്രമേ സാധിക്കൂ. ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയായ അവന് മാത്രമേ കഴിഞ്ഞ കാലങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കൂ. ഒരുപക്ഷെ അവർക്ക് ചെറുപ്പകാലത്ത് കിട്ടിയ വേദനയായിരിക്കാം, മുറിവായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിൽ നിന്ന്, അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ ഉണ്ടായ അനുഭവമായിരിക്കാം, അല്ലെങ്കിൽ മറ്റു വ്യക്തികളിൽ നിന്ന് കിട്ടിയ അനുഭവമായിരിക്കാം ഈ വേദനിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് വേണം? അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. സഹോദരിയുടെ അടുത്ത് വന്നൊരു മകള് അമ്മായിയമ്മയെ കൊണ്ട് പൊറുതി മുട്ടി. അമ്മായിയമ്മ എപ്പോഴും വേദനിപ്പിക്കുക, കുറ്റപ്പെടുത്തുക, പ്രശ്നമാണ്, കൂടെ താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വേദനയോടെ വന്നു. ഞാൻ പറഞ്ഞു കൊടുത്ത മോളെ, ആ അമ്മ വേദനിപ്പിക്കണമെങ്കിൽ അമ്മയുടെ മനസ്സിൽ സന്തോഷമില്ല. അമ്മയുടെ മനസ്സിൽ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ടാണ് ആ മനസ്സിൽ നിന്ന് എപ്പോഴും വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. നീ നിന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് മുത്തുമ്പോൾ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കും. അത് മാത്രമേ ഒരു പോംവഴിയുള്ളൂ. അമ്മയിൽ മാറ്റങ്ങൾ വരും, ഉറപ്പാണ്. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. മരുമക്കൾ അമ്മായിയമ്മമാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, അമ്മായി അപ്പന്മാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുക. അവരിൽ മാറ്റങ്ങൾ വരും. പക്ഷെ നമ്മള് സ്നേഹമില്ല, എനിക്ക് സ്നേഹം കിട്ടുന്നില്ല, എന്നോട് അങ്ങനെ പെരുമാറുന്നു, ഇങ്ങനെ പെരുമാറുന്നു എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞുകൊണ്ട് നടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടച്ച് നമ്മുടെ മാതാപിതാക്കളെ നോക്കാം.